ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുറുമീസ് ക്രാഫ്റ്റി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാലപ്പത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാലപ്പം, വെള്ളയപ്പം എന്നൊക്കെ പറയുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിത് അരി കുതിർക്കാതെ അല്ലെങ്കിൽ കപ്പി കാച്ചാതെയും ഒക്കെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല പൂവ് പോലുള്ള വെള്ളയപ്പം നമുക്ക് കിട്ടുന്നതാണ്. ഇത് ഏകദേശം നമുക്ക് 30 മുതൽ 40 മിനിറ്റ് വരെ 40 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി അല്ല, നിങ്ങളുടെ കയ്യിൽ ഏത് അരിപ്പൊടി ഉണ്ടെങ്കിലും അത് മതി. ഞാനിതൊരു 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് അരിപ്പൊടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കുഴച്ചിട്ടാണെങ്കിലും നമ്മളിതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാനിപ്പം ഇത് പൊടിയായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇത് മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് 1/2 കപ്പ് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതുകൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ. മധുരം കൂടുതലായിട്ട് ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം അരിപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നതെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളിപ്പം പൊടിയായിട്ട് ഇടുമ്പോഴത്തേക്ക് നമ്മൾ അത് മിക്സ് ചെയ്ത് കറങ്ങുമ്പോഴത്തേക്ക് സ്റ്റക്കാകാൻ സാധ്യതയുണ്ട്. അപ്പം അതിന് വേണ്ടി നമ്മൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. സ്പൂൺ വെച്ച് വെള്ളമൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഇത് കറങ്ങത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇളക്കി കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് അടിയിൽ നിന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ കറിയൊക്കെ തയ്യാറാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് ആദ്യം അരച്ച് വെച്ചതിന് ശേഷം കറി തയ്യാറാക്കാൻ പോകുന്ന ആ സമയം കൊണ്ട് ഇത് നമുക്ക് നന്നായിട്ട് പുളിച്ചൊക്കെ കിട്ടും. അപ്പോൾ നമുക്കത് ജോലി വളരെ എളുപ്പമായിരിക്കും. പെട്ടെന്ന് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരയണം. നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. കണ്ടില്ലേ, ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ? ഇതേപോലെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതൊരു കുറച്ച് വലിയ ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്കിതൊരു 30 മിനിറ്റ്, ഏകദേശം ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നന്നായിട്ട് നമുക്ക് പുളിച്ച് കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് അടച്ച് വയ്ക്കാം. 20 മുതൽ 30 മിനിറ്റ് വരെ മതിയാവും. കൂടുതലായിട്ട് വേണ്ടി വരില്ല. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ? ഇതിപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് മാവ് പുളിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് പുളിയൊക്കെ വന്നിട്ടുണ്ട്. ഈ പാത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ തുള്ളിയായിട്ട് വെള്ളം ഇരിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും ഇത് ആവശ്യത്തിന് പുളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ചിലപ്പം വെള്ളം കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈ സമയത്ത് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് അപ്പം ഉണ്ടാക്കി നോക്കിയാലോ? ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം ചട്ടിയിൽ നമ്മൾ
നന്നായിട്ട് എണ്ണ വെച്ചിട്ട് ഓയിൽ കൊണ്ട് നന്നായിട്ട് തുടച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ആ ബബിൾസൊക്കെ ഒന്ന് പൊട്ടുന്നത് വരെ ബബിൾസ് വരുന്നത് വരെ നമുക്കൊന്ന് ഒരു അല്പം നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. കണ്ടോ, നല്ല അടിപൊളി പൂ പോലെ വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കാറ്. കൂടുതലും ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കുന്നതിലും എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാനാണ് ഇഷ്ടം. മക്കൾക്കും അതാണ് ഇഷ്ടം. അപ്പം ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അരി നല്ല ക്രിസ്പി ആയിട്ട് വരണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചുറ്റിക്കുകയാണെങ്കിൽ നടുക്ക് ഭാഗം നന്നായിട്ട് പൊന്തിയും വരും, സൈഡ് നന്നായിട്ട് ക്രിസ്പി ആയിട്ടും വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര നേരം ഇരുന്നാലും രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം വരെ ഇരുന്നാലും നല്ല പൂവ് പോലെ തന്നെ ഇരിക്കും. ഒട്ടും ഡ്രൈ ഒന്നും ആകാതെ നല്ല ഫ്രഷായിട്ട് നമുക്ക് അപ്പം കിട്ടും. ഇതുപോലെ നമുക്ക് ഓരോ തവി ഒഴിച്ചിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഒരു 16-17 അപ്പം എനിക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയായിരുന്നു. നമുക്ക് അപ്പം ബീഫ് കറി ആയിട്ടോ മുട്ടക്കറി, ഗ്രീൻ പീസ് കറി, കടലക്കറി എല്ലാ കറികളുമായിട്ട് കൂട്ടാം. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ആലപ്പുഴക്കാരുടെ സ്പെഷ്യലായിട്ടൊരു മധുരക്കറി ഉണ്ടാക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ആ റെസിപ്പി അടുത്ത വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഇതല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോവും. അതുകൊണ്ടാണ് ഇപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാത്തത്. പഴുത്ത ഏത്തപ്പഴം വെച്ചിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റാണ് അങ്ങനെ അപ്പമായിട്ട് കഴിക്കാൻ. മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആ കറി. ഇൻഷാ അല്ലാഹ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് കാണിക്കുന്നതായിരിക്കും. എല്ലാവരും വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അപ്പം. കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്.